യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി. കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി. കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കൊടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ,
കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. പോകുന്നു ഞാൻ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ.
ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാൻ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. പകരം എന്തു നൽകും ഞാനിനി? നന്ദിയാലെന്നും വാഴ്ത്തിടും സ്രഷ്ടാവേ. പകരം എന്തു നൽകും ഞാനിനി? നന്ദിയാലെന്നും വാഴ്ത്തിടും സ്രഷ്ടാവേ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. അടിപ്പിണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. പകരം എന്തു നൽകും ഞാനിനി? എന്നാരോഗ്യം നൽകുന്നു താതനായി. പകരം എന്തു നൽകും ഞാനിനി? എന്നാരോഗ്യം നൽകുന്നു താതനായി. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാ
മഹാത്യാഗത്തെ. മൊഴിയിൽ കേട്ടു രക്ഷയിൻ ശബ്ദത്തെ, വിടുതൽ നൽകും നിന്നിമ്പ വചനത്തെ. പകരം എന്തു നൽകും ഞാനിനി, ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി. പകരം എന്തു നൽകും ഞാനിനി, ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി, ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി. പകരം എന്തു നൽകും ഞാനിനി, അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം
ഇത്രത്തോളമെന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളമെന്റെ ഭാവിയെ കരുതാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളമെന്റെ ഭാവിയെ കരുതാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളമെന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളമെന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളമെന്നെ ധന്യനായി തീർക്കുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളമെന്നെ ധന്യനായി തീർക്കുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളമെന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളമെന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളമെന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളമെന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളമെന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളമെന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. പിതാവിനും പരിശുദ്ധർക്കായും സ്തുതി ആനന്ദം. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാളും
മരിക്കുകയില്ല. ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ള ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയ മാത്യുവിന്റെ ഭൗതിക ശരീരത്തോട് ചേർന്ന് ഞങ്ങൾ ഈ ദേവാലയത്തിൽ തിരുസന്നിധിയിലേക്ക് അടുത്തുവരുന്നു. ദൈവമേ, നീ പ്രിയദാസന്റെ ആയുസ്സിൽ നൽകിയ എല്ലാ നന്മകളെയും ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആ ആയുസ്സിലൂടെ ഞങ്ങൾക്കെല്ലാം ലഭിച്ച അനുഗ്രഹങ്ങളെയും നന്മകളെയും ഓർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ യാത്രയുടെ ശുശ്രൂഷയുടെ ആദ്യ ഭാഗം നിർവഹിക്കുമ്പോൾ സകല ആശ്വാസത്തിൻ്റെയും ഉറവയായ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യയിൽ ഉണ്ടായിരിക്കണമേ. പ്രിയ ആന്റിയെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കൾ 3 പേരെയും കുടുംബങ്ങളായി ഞങ്ങൾ ഏൽപ്പിക്കുന്നു. സഹോദരങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവർ, ചാർച്ചക്കാർ എല്ലാവരെയും ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ലോകത്തിലുള്ളവരെ പോലെ ദുഃഖിച്ച് നിലവിളിച്ച് നിരാശപ്പെടുന്നതിനല്ല, മറിച്ച് നിന്നിലുള്ള പ്രത്യാശയിൽ ധൈര്യപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണമേ. യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് ചൊല്ലി യാത്രയാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ ആത്മസാന്നിധ്യം ഞങ്ങളുടെ ആലയത്തിൽ അനുഭവിക്കാൻ അവിടുന്ന് ഇടയാക്കണമേ. തുടർന്നുള്ള നിമിഷങ്ങളിലെ എല്ലാ കാര്യങ്ങളെയും നീ ഭരിക്കണമേ. ഇവിടെ സംസാരിക്കുന്ന ഓരോ വാക്കുകളും, ഞങ്ങൾ പാടുന്ന ഗീതങ്ങളും, ഞങ്ങൾ വായിക്കുന്ന വേദഭാഗങ്ങളും ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ ആത്മശോധന ചെയ്യുവാനുള്ള നിമിഷങ്ങളാക്കി തുടർന്നുള്ള നിമിഷങ്ങളെ തീർക്കണമേ. നിരാശയുടെ നിമിഷങ്ങളല്ല, പ്രത്യാശയുടെ നിമിഷങ്ങളാക്കി നീ തീർക്കണമേ. മരണത്തിൻ്റെ, സങ്കടത്തിൻ്റെ, ആകുലതകളുടെ നിമിഷങ്ങൾ മാത്രമല്ല, ജീവന്റെ ആഘോഷ നിമിഷങ്ങളാക്കി അവിടുന്ന് തീർക്കണമേ. ലൈഫ് സെലിബ്രേഷൻ ആക്കി ഈ ശുശ്രൂഷയെ അവിടുന്ന് തീർക്കണമേ. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യയിൽ ഉണ്ടായിരിക്കണമേ. എല്ലാവരെയും അവിടുന്ന് ബലപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. തുടർന്ന ഗാനങ്ങൾ ആലപിച്ച് ആ സമയത്ത് കാണാനവർക്ക് വന്ന് കാണുകയും ചെയ്യാം. Gracias.
കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം ഉൽപ്പത്തി പുസ്തകങ്ങൾ ചാപ്റ്റർ 50 1 മുതൽ 14 വരെയും ജെനസിസ് ചാപ്റ്റർ 50 1-14. അപ്പോൾ യോസഫ് തൻ്റെ അപ്പൻ്റെ മുഖത്ത് വീണ് കരഞ്ഞു, അവൻ്റെ മുഖത്ത് ചുംബിച്ചു. പിന്നെ തൻ്റെ അപ്പനെ സുഗന്ധവർഗം ഇടുവാൻ യോസഫ് തൻ്റെ ദാസന്മാരായ വൈദ്യന്മാരോട് കൽപ്പിച്ചു. വൈദ്യന്മാർ ഇസ്രായേലിനെ സുഗന്ധവർഗം ഇട്ടു. അങ്ങനെ 40 ദിവസം കഴിഞ്ഞു. സുഗന്ധവർഗം ഇടുവാൻ അത്ര ദിവസം വേണ്ടിവരും. മിസ്രാമ്യർ അവനെക്കുറിച്ച് 70 ദിവസം വിലാപം കഴിച്ചു. അവനായുള്ള വിലാപകാലം കഴിഞ്ഞപ്പോൾ യോസഫ് ഫറവോന്റെ ഗൃഹക്കാരോട് സംസാരിച്ചു. നിങ്ങൾക്ക് എന്നോട് ദയവുണ്ടെങ്കിൽ നിങ്ങൾ ഫറവോനോട്, എൻ്റെ അപ്പൻ ഇതാ ഞാൻ മരിക്കുന്നു. ഞാൻ കാനാൻ ദേശത്ത് എനിക്ക് വേണ്ടി വിട്ടിരിക്കുന്ന കല്ലറയിൽ തന്നെ നീ എന്നെ അടക്കണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടുണ്ട്. ആകയാൽ ഞാൻ പോയി എൻ്റെ അപ്പനെ അടക്കി മടങ്ങി വരുവാൻ അനുവാദത്തെ അപേക്ഷിക്കുന്നു എന്ന് ഉണർത്തിപ്പിൻ എന്ന് പറഞ്ഞു. നിന്റെ അപ്പൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചതുപോലെ നീ പോയി അവനെ അടക്കുക എന്ന് ഫറവോൻ കൽപ്പിച്ചു. അങ്ങനെ യോസഫ് അപ്പനെ അടക്കുവാൻ പോയി. ഫറവോന്റെ ഭൃത്യന്മാരും കോവിലധികാരികളും ഇസ്രായേൽ ദേശത്തെ പ്രമാണികളും യോസഫിന്റെ ഉദമമുഖയും അവന്റെ സഹോദരന്മാരും പിതൃഭവനും അവനോട് കൂടെ പോയി. തങ്ങളുടെ കുഞ്ഞാട്ടിൻകുട്ടികളെയും ആടുമാടുകളെയും മാത്രം അവൻ ഗോശേൻ ദേശത്ത് വിട്ടേച്ചു പോയി. രഥങ്ങളും കുതിരകളും അവനോട് കൂടെ പോയി. അത് എത്രയും വലിയ കൂട്ടമായിരുന്നു. അവർ യോർദാനക്കരയുള്ള ഗൊരേൻ അദാദിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് എത്രയും ഗൗരവമായ പ്രലാപം കഴിച്ചു. ഇങ്ങനെ അവൻ 70 ദിവസം തൻ്റെ അപ്പനെ കുറിച്ച് വിലാപം കഴിച്ചു. ദേശനിവാസികളായ കാനാൻ ഗോരേൻ അദാദിലെ വിലാപം കണ്ടിട്ട് ഇത് മിസ്രാമിന്റെ മഹാവിലേപം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ആബേൽ മിസ്രായേൽ എന്ന് പേരായി. അത് യോർദാനക്കര ആയിരുന്നു. അവൻ കൽപ്പിച്ചിരുന്നത് പോലെ പുത്രന്മാർ അവന് ചെയ്തു. അവന്റെ പുത്രന്മാർ അവനെ കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി. മമ്രയ്ക്ക് സമീപം അബ്രഹാം ഹിത്തനായ എഫ്രോനോട് നിലത്തോടുകൂടെ ശ്മശാനമായ ഭൂമി ജന്മം വാങ്ങിയ മേഘ പോലെ എന്ന നിലത്തിന്റെ ഗുഹയിൽ അവനെ അടക്കം ചെയ്തു. യോസഫ് അപ്പനെ അടക്കിയ ശേഷം അവനും സഹോദരന്മാരും അവന്റെ അപ്പന്മാരുടെ അടുക്കൽ കൂടെ പോയിരുന്ന എല്ലാവരും ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോന്നു. ഇവിടെ ഇങ്ങനെ ഒന്നാം പാഠം അവസാനിച്ചിരിക്കുന്നു. Now I call upon Senator Kevin Thomas to share condolences. Good evening, everyone. I'm so sorry for your loss. On behalf of New York State Senate, I offer my condolences, and more importantly, as a member of the St. John's Marcoma Church, I offer my prayers. I know his passing, Chime's passing, has left a hole in all your hearts that cannot be filled. I'm going to speak directly to his grandchildren, because when my Amachi passed away, no words could be said to me that would stop me from crying. But I thought of my Amachi's life, thought about all the good things that she has done for me to become a better person. You know, your Apachin here has done a lot for you, whether he babysat you or he just taught you different things in life. He made you a better human being. So let's celebrate his life today and forever, because he has done for you that what others would not do for you. You know, we don't know how long we have on this earth. We don't know God's plan. But one thing we do know, or should know, is that we should never take anything for granted. So love freely, do good for others, and do good for your community. And again, to all the family members here, he's left a huge family here. I'm sorry for your loss, and may God bless his memory. Thank you. At this time of singing songs, those who wish to take honor and come forward for the
ഇന്ന് രണ്ടാം പാഠഭാഗമായി വായിക്കുന്നത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ദാനിയേൽ 12, 5 മുതൽ 13 വരെ. അനന്തരം ദാനിയേൽ എന്ന ഞാൻ നോക്കിയപ്പോൾ മറ്റു രണ്ടാൾ, ഒരുത്തൻ നദീതീരത്തിക്കരെയും മറ്റവൻ നദീതീരത്തക്കരെയും നിൽക്കുന്നത് കണ്ടു. എന്നാൽ ഒരുവൻ ക്ഷണവസ്ത്രം ധരിച്ച പോലെ വെള്ളത്തിന് മീതെ നിൽക്കുന്ന പുരുഷനോട്, ഈ അതിശയ കാര്യങ്ങളുടെ അവസാനം എപ്പോൾ വരുമെന്ന് ചോദിച്ചു. ക്ഷണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിന് മീതെ നിൽക്കുന്ന പുരുഷൻ വലങ്കയും ഇടങ്കയും സ്വർഗത്തിലേക്ക് ഉയർത്തി, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ്, ഇനി കാലങ്ങളും കാലാർത്ഥവും ചെല്ലും. അവർ വിശുദ്ധ ജനത്തിന്റെ ബലത്തെ തകർത്ത് കളഞ്ഞ ശേഷം ഈ കാര്യങ്ങളൊക്കെയും നിവൃത്തിയാകും എന്നിങ്ങനെ സത്യം ചെയ്യുന്നത് ഞാൻ കേട്ടുവെങ്കിലും ഗ്രഹിച്ചില്ല. ആകയാൽ ഞാൻ യജമാനനെ, ഈ കാര്യങ്ങളുടെ അവസാനം എന്തായിരിക്കുമെന്ന് ചോദിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ദാനിയേലേ, പോയിക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. പലരും തങ്ങളെ ശുദ്ധീകരിച്ചും നിർമ്മലീകരിച്ചും ശോധന കഴിക്കും. ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും. ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയില്ല. ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും. നിരന്തര ഹോമയാഗം നിലനിർത്തുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം ചെല്ലും. 1335 ദിവസത്തോളം കാത്തു ജീവിച്ചിരിക്കുന്നവൻ ഭാഗ്യവാൻ. നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിക്കാൻ എഴുന്നേറ്റ് വരും. ഇവിടെ രണ്ടാം പാഠം അവസാനിച്ചു. Now, Calvin's son will share his memories with his grandfather. My grandpa, or as we all called him, Papa, he was a man of discipline and patience, stronger than anyone that I've ever known. He never wanted to upset anyone. He always wanted to make sure everyone was happy before he was. He was selfless. He never argued or fought with anyone. He was just there for everyone, and for me especially. I remember the days where I would come home after high school, and it would just be me, Papa, and Mama. As soon as I get home, they would give me food and we would eat together. We would always talk about how school was going and how my grades were. He always kept on asking me, because he wanted to hear me saying that I always got 100. I remember in elementary school, when he would come pick me up, I would run the other way because I wanted to stay with my friends. But he was patient with me, and he always waited for me, and he always ran after me. Going home in that car ride, I would always ask him if we can get food, and there were some days where I did get lucky. He's been by all of our sides since the day that I was born, and we can never repay him for how much he has done for us. Even when he got sick, he had the most adorable smile that I could never get enough of. The last week he was in the hospital, it was hard for all of us to see him so weak and how he was suffering. It broke my heart to see him like that. Alzheimer's really tired him out and made him vulnerable. And I'll never forget, and I pray every day that God is making sure he's okay and that he's watching over us and guiding us. Thank you all for the support and helping us through this difficult time. Mrs. Anna Matthews will share the condolences on behalf of St. John's Saviour's.
റെസ്പെക്റ്റഡ് അച്ഛൻ, ദുഃഖാർദ്ധരായ കുടുംബാംഗങ്ങളെ, പ്രിയ കുഞ്ഞുമാമി, ഷൈല ആൻഡ് സാം, ഷിബു ആൻഡ് മഞ്ജു, ശോഭ ആൻഡ് സാനു, ഓൾ ഗ്രാൻഡ് ചിൽഡ്രൻസ്, ബന്ധുമിത്രാദികളെ, സഹോദരങ്ങളെ, ഷമീർച്ചാൻ്റെ വേർപാട് ദുഃഖിച്ചിരിക്കുന്ന ഏവരും. മരണം ഒരു തീരാ ദുഃഖമാണ്. അത് എല്ലാവരും അതിൽ കൂടി പോയെങ്കിലേ പറ്റുള്ളൂ. അത് എപ്പോഴാണെന്ന് ദൈവത്തിന് മാത്രം അതിൻ്റെ സമയം അറിയാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിലും വിശ്വസിക്കുകയും. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പ്രിയ ശങ്കരിച്ചാനും അമ്മാമ്മയും സെൻറ്റ് ജോൺസ് ചർച്ചിൽ തുടങ്ങിയ കാലം തൊട്ട് ഞങ്ങൾക്ക് അറിയാം. അവിടെ ഈ രാജ്യത്ത് വന്ന് 3 മക്കളെയും നല്ല നിലയിൽ പഠിപ്പിച്ച് വിവാഹമൊക്കെ കഴിപ്പിച്ച് നല്ല നിലയിൽ അവരും ജീവിക്കുന്നു. അവരെല്ലാം ഈ സെൻറ്റ് ജോൺസിൻ്റെ അംഗങ്ങളാണ്. അച്ചായൻ കുടുംബമായി എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വന്ന് വരികയും സന്തോഷമായി എല്ലാവരോടും ഇടപെടുകയും ചെയ്യുമായിരുന്നു. എല്ലാ കാര്യങ്ങളിലും നല്ലതായി ഇടപെട്ടിരുന്നു. സേവ്യ സംഘത്തിൻ്റെ പ്രാർത്ഥനാ ഭവനത്തിൽ വെക്കുമായിരുന്നു. ആണെങ്കിൽ ഫുഡ് സൈഡൊക്കെ വരുമ്പോൾ ഫുഡൊക്കെ കുക്ക് ചെയ്ത് ഞങ്ങൾക്ക് കൊണ്ടുതരുമായിരുന്നു. നല്ലപോലെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈയിടൊന്നും വയ്യാത്തതുകൊണ്ടൊന്നും ചെയ്യാറില്ല. അച്ചായൻ വളരെ കാം ആൻഡ് ക്വയറ്റായി എല്ലാവരോടും പുഞ്ചിരിയോടുകൂടി ഇടപെടുമായിരുന്നു. ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ പള്ളിയിൽ വന്നിരിക്കുമായിരുന്നു. ഈ ചർച്ച തുടങ്ങിയത് തൊട്ട് മക്കളെ എല്ലാവരെയും ഒന്നിച്ച് ചർച്ചിലൊക്കെ കൊണ്ടുപോയിരുന്നു. എല്ലാവരും കൊയർ മെമ്പേഴ്സായിരുന്നു. അവരോടുകൂടെ എനിക്കും പാടുവാൻ പറ്റിയിട്ടുണ്ട്. ദൈവമായ കർത്താവ് എല്ലാ കുടുംബാംഗങ്ങളെയും സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സെൻറ്റ് ജോൺസ് കുടുംബത്തിൻ്റെ സേവ്യ സംഘത്തിൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലുമുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചെയ്യുന്നു. നന്ദി. At this time of singing, those who wish to pray a moment can come forward for you. Amen.
Krista and Kevin Mathew, grandchildren of Uncle, will share their memories. Throughout my lifetime, I've only had happy memories of Papa Jim, who I like to call Papa. Ever since I was young, Papa has always taken care of me. Every time I would come back from elementary school, I would see him waiting on the corner of our street. He always wanted to walk me back home. He would always try to get me to do things that I didn't want to do, and he would reward me with small prizes. Whether it was something as small as solving a puzzle or pulling out my tooth, he would always try to get me to do it. I remember right when 7 o'clock hit, he would be watching Jeopardy and Wheel of Fortune. By night, he would always make sure we sat down together and prayed. He always wished me success for my future endeavors. I remember being in India with him with my multiplication tables, and he would tell me to look over it over and over again. He always wanted me to achieve perfection. He would always tell me to focus on my studies and study hard. I remember going to a nursing home and telling him how I was going to school in Brooklyn. Though he couldn't form the words to ask me, he tried his hardest to learn more and wished me the best. I know he's up there in heaven smiling all over us. I will miss seeing him, but I know that he's in a better place and that his suffering is finally over. I only wish to make him happy through the way I live my life. I love you, Papa. Even though I'm the youngest, I have had my fair share of memories with my grandpa. He would always try to play with me, whether if it was games or sports. He tried to be active in my life. We would play soccer together, tossing the ball back and forth. He would tell me about how his favorite sport was volleyball, and would share stories about how great of a player he was back in the day. All he wanted to do was see a smile on my face. He would sit with me while I did my homework, making sure I got it done. Whenever I went to visit him in the nursing home, I would always try to make him happy. I would try to talk to him, and if I got lucky, he would respond to me. I was fortunate enough to spend these past few months with him. I would really miss him dearly. Zesoshan Thomas will record condolences on behalf of Bhagavad Prayer Group of St. John's Mountain Church. Praise the Lord. നാം ഓരോരുത്തരും നമ്മുടെ ഒരു കൂട്ടു സഹോദരൻ പിതാവ് നമ്മുടെ ഇടവകയിൽ നിന്ന് നമ്മിൽ നിന്ന് വേർപെട്ടതിൻ്റെ ദുഃഖത്തോടെ ഇവിടെ ഇരിക്കുകയാണ്. വേർപാട് അല്ലെ മരണം എന്നത് ആർക്കും ഏത് സമയത്തെന്ന് അറിഞ്ഞുകൂടാ, എപ്പോഴൊന്നും ആരും ഗമിച്ചിട്ടില്ല. അതാർക്കും സഹിക്കുവാനോ ആരെയും പരസ്പരം ആശ്വസിപ്പിക്കുവാനോ ആർക്കും സാധ്യമല്ല. എന്നാൽ സാധിക്കുന്ന സർവശക്തനായ ഒരു ദൈവം നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് അവനിൽ നാം സങ്കേതം വെച്ചുകൊണ്ട് നിത്യത എന്നത് ഒന്നിനെ ലക്ഷ്യമാക്കി യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിത്യതയെ അവകാശമാക്കുവാൻ നഷ്ടപ്പെടുത്തരുത് എന്നുള്ള തീരുമാനത്തോട് നാം മുന്നേറണം എന്നതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ബഹുമാനപ്പെട്ട മാത്യുവിനെ സംബന്ധിച്ച് പള്ളി ഭാഗം പ്രയർ ഗ്രൂപ്പായിട്ട് 2 വചനം 2 വേർഡ് പറയണമെന്ന് ഹൃദയത്തിൽ തോന്നിച്ചത് 1988 മുതൽ ഈ പ്രിയപ്പെട്ട അച്ചായനും കുടുംബവുമായിട്ട് നല്ല സുഹൃത്ത് ബന്ധമുണ്ട്.
ഈ പള്ളിക്ക് പുറം ഭാഗത്ത് 214 താമസിക്കുന്ന കാലം മുതൽ ഒരു പിരിയാബന്ധം പോലെ സ്നേഹവും സൗമ്യതയും കാഴ്ചവെച്ച് നല്ല ഒരു സൗമ്യതയുള്ള ഹൃദയത്തിന്റെ ഉടമയായിരുന്നു പ്രിയ അച്ചായനെന്ന് വാസ്തവമായി പറയാതിരിക്കാൻ തരമില്ല. ഇത്രയും സൗമ്യതയുള്ള ഒരു അച്ചായൻ തന്നെയല്ല 3 മക്കളെ എൻ്റെ ചിന്തയിൽ മൂത്ത മകൾ മാത്രമേ ഉള്ളൂ. ഒരു കോളേജ് ജീവിതത്തോടെ ഈ പഠനത്തിൽ വന്ന് മറ്റേ 2 കുഞ്ഞുങ്ങളും ഇവിടെ വളർന്നു പഠിച്ച കുഞ്ഞുങ്ങളായിരുന്നു. ഈ കുഞ്ഞുങ്ങളുടെ നന്മയും ദൈവ സാന്നിധ്യത്തിൽ അവർ വളരണമെന്നുള്ള ഉദ്ദേശത്തോടും സൗമ്യതയോടും സ്നേഹത്തോടും ലാളനയോടും കൂടെയാണ് ഈ അച്ചായനും പ്രിയ അമ്മാമയും കുഞ്ഞുങ്ങളെ വളർത്തിയത്. സെന്റ് ജോൺസ് ഇടവകയിലെ അധികാര സ്ഥാനങ്ങളിലൊന്നും കമ്മിറ്റി മെമ്പേഴ്സായിട്ടോ അതുപോലുള്ള അധികാര സ്ഥാനങ്ങളിലൊന്നും മോഹിച്ചിട്ടുമില്ല, ഇരുന്നിട്ടുമില്ല. പക്ഷേ അധികാര സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും നല്ല കൈത്താങ്ങ് കൊടുക്കുകയും എന്തോ സഹായം വേണേലും സ്നേഹസ്വരൂപമായ ഹൃദയത്തോട് വർദ്ധിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് പ്രിയ അച്ചായൻ. ഇവർ 2 പേരും പ്രിയ അച്ചായനും അമ്മാമ്മയും എന്നോട് ചില സമയങ്ങളിൽ സംസാരിച്ച 1-2 പോയിന്റ് ഈ അടുത്ത സമയങ്ങളിൽ ഞാൻ തനിച്ചിരിക്കുമ്പോഴും എല്ലാവരും ചിന്തിക്കാറുണ്ട്. ഈ അച്ചായൻ്റെ അമ്മാമ്മയുടെ വായിൽ നിന്ന് വന്ന വാക്ക് 2 മരുമക്കൾ, ഇളയ മരുമകളുമാണ്. 3 മക്കളാണല്ലോ. ഞങ്ങൾക്ക് മരുമക്കളല്ല, 2 ആൺമക്കളെ കൂടെ ദൈവം തന്നേന്ന് ഈ മാതാവിനും പിതാവിനും സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. അതേ നിലയിലാണ് അവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോയത്. റീഹാബിൽ ഈ ആശുപത്രി നഴ്സിംഗ് ഹോമിലായിരിക്കുന്ന സമയത്ത് സമയം കണ്ടെടുത്ത വല്ല എല്ലാ കാര്യങ്ങളൊന്നും ക്രമീകരിച്ചിട്ടൊന്ന് കാണാൻ ചെല്ലുന്ന സമയത്ത് ഒരിക്കൽ ഈ അച്ചായനോട്, അച്ചായ ആരെങ്കിലും വന്നോ, ഇന്ന് വല്ലോ കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അച്ചായൻ പറഞ്ഞ ആദ്യത്തെ പോയിന്റ് കൊച്ചു വന്നെന്ന്. നമ്മളൊക്കെ കൊച്ചെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മക്കളെ സ്വന്തം അന്യനെ കൊച്ചു വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നാൽ അവൾ ചുമ്മാ നല്ല വന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളുടെ കരുതി ഏത് സമയത്തും സഹോദരനും സഹോദരിയും ചെല്ലുന്നതും ആശ്വസിപ്പിക്കുന്നതും ഒക്കെ ഈ അച്ചായന് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ സമയങ്ങളിലൊക്കെയും പ്രാർത്ഥിക്കുന്ന കാര്യം പറയുമ്പോൾ പ്രാർത്ഥിക്കാൻ വളരെ സന്തോഷമായിരുന്നു. പ്രാർത്ഥനാരൂപിൽ കൂടെ തന്നെയാണ് കടന്നുപോയത്. ദൈവവചനം ഇപ്രകാരം പറയുന്നത്, ഒരു മനുഷ്യന്റെ ആയുസ് 7-10 ഏറെയായാലാണ് 80. ഒരു ഭക്തന്മാർക്ക് ലഭിക്കേണ്ട ദീർഘായുസ് ദൈവം ഈ ഭൂമിയിൽ ജീവിപ്പാൻ കൊടുത്തു. ഇന്ന് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുവെങ്കിലും നിത്യതയിൽ കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, പ്രതിസന്ധിയില്ലാത്ത, ഒരു രോഗമില്ലാത്ത സ്വന്തം ഭവനത്തിൽ പ്രിയം വെച്ചെടുത്ത് ആത്മാവിൻ്റെ ഉടമസ്ഥൻ പ്രിയ അച്ചായനെ ചേർത്തു. ഈ സമയത്ത് ഈ വാത്സല്യ ഭവനത്തോട് ദൈവത്തിൻ്റെ വചനം, ക്രിസ്തുയേശുവിൻ്റെ സംരക്ഷണയും എല്ലാ നാളും കൃപയും സാന്നിധ്യവും പ്രിയമാമയോടും മക്കളോടും കൊച്ചുമക്കളോടും കൂടെ ഇരുന്ന് നിങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും. പ്രത്യേകം ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് അത് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ മാംസരക്തമായിരുന്ന ഒന്ന് ഞങ്ങളിൽ നിന്ന് വേർപെടുമ്പോൾ ദൈവസന്നിധിയിൽ നിങ്ങളെ ആശ്വസിപ്പിക്കാനായി ഞങ്ങൾ പ്രാർത്ഥിക്കാം. സെന്റ് ജോൺസ് ഇടവകയിൽ പള്ളിഭാഗം പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ഓരോ ഫാമിലിയുടെയും പേരിലും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിലുള്ളമായ അനുശോചനം ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. വചനത്താൽ സമാധാനം നൽകട്ടെ.
Now Kevin Mathew will read the Bible portion for us. The portion is taken from Ecclesiastes chapter 3, verse 1 to 15. It reads, "There is a time for everything, and a season for every activity under the heavens, a time to be born and a time to die, a time to plant and a time to uproot, a time to kill and a time to heal, a time to tear down and a time to build, a time to weep and a time to laugh, a time to mourn and a time to dance, a time to scatter stones and a time to gather them, a time to embrace and a time to refrain from embracing, a time to search and a time to give up, a time to keep and a time to throw away, a time to tear and a time to mend, a time to be silent and a time to speak, a time to love and a time to hate, a time for war and a time for peace. What do workers gain from their toil? I have seen the burden God has laid on the human race. He has made everything beautiful in His time. He has also set eternity in the human heart. Yet no one can fathom what God has done from the beginning to the end. I know that there is nothing better for people than to be happy and to do good while they live, that each of them may eat and drink and find satisfaction in all their toil. This is the gift of God. I know that everything God does will endure forever. Nothing can be added to it and nothing taken from it. God does it so that people will fear Him. Whatever is has already been, and what will be has been before, and God will call the past to account. Here ends the lesson. Now I call upon Mr. M. Thomas to record the condolences on behalf of Lennox Flower Park Prayer Group of St. John's Northern Church. പ്രിയ മാത്യൂസിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന ബന്ധുമിത്രാദികളെ, ഇടവചനങ്ങളെ, സ്നേഹിതരെ, ഈ ഇടവക രൂപം കൊണ്ട അന്നു മുതൽ തന്നെ പ്രിയ മാത്യൂസുമായിട്ട് വളരെ അടുത്ത് പെരുമാറുന്നതിനും സ്നേഹസൗഹൃദം പുലർത്തുന്നതിനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ ശാന്തതയോടും വളരെ സ്നേഹത്തോടും തൻ്റെ അഭിപ്രായം വളരെ സൗമ്യതയോടുകൂടി പുലർത്തുന്ന ഒരാളായിരുന്നു പ്രിയ മാത്യൂസ്. ഞങ്ങളുടെ ഫ്ലോർ പാർക്ക് ഗ്ലനോക്സ് ഏരിയയിലായിരുന്നു ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്. വളരെ സൗമ്യതയോടുകൂടി തൻ്റെ അഭിപ്രായം ഇടവയോഗത്തിലൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ പള്ളി ഈ രീതിയിലാകുന്നതിന് മുൻപ് ഈ പള്ളി രണ്ട് റൂമിലായിട്ടായിരുന്നു ഇവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഈ സൈഡിലുള്ള റൂമിൽ ആരാധന നടത്തും, ഈ സൈഡിൽ ഒരു റൂമായിട്ട് വേർതിരിച്ചതുകൊണ്ട് അവിടെ ഇടവകയിലെ ആളുകൾ ഇരിക്കുന്ന സമയത്ത്, സൺഡേ സ്കൂളിനൊക്കെ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ ഇവിടെ ഇരിക്കുന്ന സർവീസ് നടക്കുന്ന സമയത്ത് ഒന്നും ആൾക്കാർ കാണാൻ നോക്കുകയില്ലായിരുന്നു, അല്ലെങ്കിൽ സർവീസിൽ ഭാഗമാക്കാൻ നോക്കുകയില്ലായിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു അഭിപ്രായമായിരുന്നു, ഇവിടെ ഈ ഭിത്തിയുടെ അവിടെ ഗ്ലാസ് ഇടണമെന്നുള്ള അഭിപ്രായം അദ്ദേഹം പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട്. അത് അവസാനം ഏവർക്കും താല്പര്യപ്പെടുകയും അങ്ങനെ ഗ്ലാസ് ഇട്ടിട്ട് ഒന്നിച്ച് ആരാധിപ്പാൻ തക്കവണ്ണം വളരെയേറെ വർഷങ്ങൾ സാധിച്ചു എന്നത് ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ
അദ്ദേഹം പറഞ്ഞായിട്ട് അഭിപ്രായം ഇവിടെ വിലപ്പെട്ടതായിട്ട് വരികയും ഒന്നിച്ചിരുന്ന് ആരാധബന്ധക്കൊള്ളും ആ അഭിപ്രായത്തിന് സാധ്യത ഉണ്ടായിത്തീരുമല്ലോ എന്നോർത്ത് ഞാൻ എപ്പോഴും അദ്ദേഹത്തെ ഓർക്കുന്ന സമയത്തൊക്കെ ഓർക്കുമായിരുന്നു. ഗ്ലെനോക്സ് ഫ്ലവർ പാർക്കിന്റെ നാമത്തിലുള്ള അനുശോചന ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. ദൈവം തമ്പുരാൻ നിങ്ങൾ ഓരോരുത്തരെയും ഈ പ്രയാസപ്പെട്ട ഘട്ടം തരണം ചെയ്യുവാൻ തക്കണം ശക്തിയും പ്രാപ്തിയും തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാർത്തിച്ചിരിക്കുന്നു. Now Boston, Augusta and Albert will share their memories. First off, I'd like to just thank everyone for coming to help honor Papa's life. It's just really hard to put into words how much Grandfather means to you, but I'll try my best. Essentially, he just took care of his whole family. He showered us with love, with laughs, and life. Papa always treasured his family above everything else. He always wanted us to spend time with us, whether it was just drinking coffee at the dinner table, whether it was watching sports. And when Papa would live with us, he would always play sports with me and my brother. And he would just never get tired. He was always just full of life. Papa loved all of his family, and there's nowhere else where Papa wanted to be. And when he used to live with us, he used to take care of us from picking us up from school, from making sure we were fed and always comfortable. Papa was always a big part of church. He would always make us come to church, to Sunday school, and make sure we pray at home. During his later years, Papa actually was diagnosed with Alzheimer's. It was one of the hardest things to watch as he started forgetting things, especially as the disease progressed. Any of us would be so happy when he would give us a smile of recognition, and it taught me that you shouldn't take anything in life for granted. But I'm glad that Papa's in a better place now. There's no more pain, no more suffering. And I know he's watching over us. Papa, I'll always remember everything that you taught me and continue to apply everything you taught me in my life. I won't forget anything, all the memories that I have with you and everything you've done for me. I love you, Papa. Hearing that Papa left us was really heartbreaking, and I'm still processing it. I didn't think he would leave us this quickly. Papa was an integral part of our family. He was loving, caring, giving, and he always put his family before anything. My family and I stand here because of all the sacrifices he made in his life. My earliest memory of Papa is him playing with us, picking me up from the bus stop, and those days that Papa, me, Albert, Mommy, and Mama would lay on the bed and talk. We would always fall asleep till it was time to drink chai, and during the summertime, we would sit at the garage and cut up mangoes or oranges or bananas. And me, Papa, and Mama would always make roti together, and I would roll up the dough, and Mama would flatten it out, and Papa would make it. And we spent a lot of time together laughing and talking, and these are the memories I cherish forever because after this is when Papa became really sick. When Papa was diagnosed with Alzheimer's, it changed our life. Papa living with Alzheimer's was the most difficult thing that I had to go through, my family had to go through. The person I once knew was slowly going away. And at this time, this is when I became really close to Papa. I would try and do anything I could possibly and spend any moment I had with him. When he was with me and Albert, we would always make sure he was active and kick the ball around and just play soccer because that was one of his favorite sports. And Papa still had the skills he had from back in the day. I always loved annoying Papa. Even when he got mad at me, I always kept on nagging him, asking him questions, because I was trying to get any type of response I could. And every time I would go see Papa, he would always give me a smile that always warmed my heart. I always loved visiting Papa alone because that's the most time I was able to spend with him. Even on the days that Papa was quiet, I would just keep on talking to him and telling him how everything was going. It breaks my heart knowing that I won't see him with that smile anymore. Papa, thank you for everything you taught me. Thank you for teaching me to be patient, to be forgiving, and to be strong. You were taken too soon from us, but I know you're not suffering. You're now in heaven with all your loved ones. I can't wait to see you
you again because I have so much to tell you. I still feel your presence in my work. I know you'll be watching both of us, but it's not goodbye because I know I'll see you again. I can never thank you for everything you've done, and I pray that one day I can make you proud. No words can express how much I miss you right now, but please watch us and guide us in the right direction. I love you both, love till we meet again. May your beautiful soul rest in peace. Papa was a big part of my life. He was with me my whole life. And when I was a little baby, Papa and Mom would take care of me because Mommy and Daddy would go to work. They raised me and fed me. They gave me endless love. When I started to grow up, Papa would always tell me to become a big soccer player. He would always tell me all these stories of when he used to play soccer and volleyball, and he would win all these trophies, and he wanted the same for me. Whenever he was with us, we would go outside and we would play soccer together. Whenever I had a soccer game, he would come and watch me play. He was so proud that I was playing the sport he loved so much. Whenever I had school, my Papa would pick me up from the bus stop and he would walk me home. Whenever we would eat, he would always tell me, eat as much as you can. I want to see you strong and big just like me. He would always bring me to the store to buy fruits, and he would bring me back home and he would cut it up in the backyard and we would eat it together. My grandfather was a quiet, noble, hard-working man, and he would do anything for his family. He would never ask for anything crazy, just very simple things, and he was happy with whatever he had. Once my grandpa was diagnosed with Alzheimer's, it was hard for everyone in the family. My grandfather could not remember my name. The man that I would play with, laugh with, was slowly fading away. I personally took this very hard, and it was so hard just to visit him. It would break my heart every single time I saw him. Even though my grandpa is no longer with me, I know he's looking down on us. I know he remembers every single one of us. And I know he will guide us into the right direction. I love you, Papa, and I will continue to work hard and make you proud. Now the choir will sing the songs at this time of singing. Songs those who wish to play from it can come forward from Yende Aris Danam Madu
Thank you.